ഈ പറഞ്ഞ സംശയിക്കപ്പെടുന്നതായിട്ടുള്ള മാർക്സിസ്റ്റ് ലോക്കൽ നേതാക്കന്മാർ കൗൺസിലർ അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് അക്രമം കാണിച്ചിട്ടുള്ള സംഭവം ഉണ്ടായി. അതിനെപ്പറ്റി പരാതി കൊടുത്തു, എല്ലാം ആവശ്യപ്പെട്ടു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് അവർക്ക് കൂടുതലായിട്ട് അക്രമങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള വാസനയും പ്രേരണയും ശക്തിയും ബലവും കിട്ടുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ നിഷ്ക്രിയമായ നിലപാട്. ഞാൻ ഇന്നലത്തെ ഈ ബിൽഡിംഗ് ആക്രമിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള ഇത് കണ്ടു, എൻ്റെ TV ചാനലിൽ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ കാണുന്ന അനുസരിച്ച് വളരെ വ്യക്തമായ ചിത്രമാണല്ലോ. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലറാണ്, ഇതുമാതിരിയുള്ള എല്ലാ ഗൂണ്ടാ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്ന ലോക്കലായിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് കയ്യിൽ വടിയായിട്ട് ഒരു ബൈക്കിൻ്റെ പുറകെ ഇരുന്നുകൊണ്ട് വരണത്. SFIക്കാരാണ് വണ്ടി ഓടിക്കുന്നതിൻ്റെ നേതാവായിട്ടുള്ള ആൾ. ഇതൊക്കെ അറിയപ്പെടുന്നതായിട്ടുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവർ ചെയ്തിട്ടും ഒരു നടപടി ഉണ്ടാവുന്നില്ല, ആക്ഷൻ ഉണ്ടാവുന്നില്ല. ആ ഒരു പോലീസുകാരനാണ് വന്നപ്പോൾ അയാളുടെ നമ്പർ ബൈക്കിൻ്റെ നമ്പർ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നു, കയ്യിലുള്ള വടി തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അത് തട്ടി മാറ്റിയിട്ട് അവരെല്ലാം ഉള്ളിൽ കിടക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടി അടിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് കുറ്റക്കാരെ പ്രതികളെന്ന് പറ്റി യാതൊരു സംശയമില്ല. ഇതെല്ലാം CCTVയിൽ ഭാഗ്യത്തിന് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ്. പക്ഷേ ഒരു നടപടിയില്ല. എന്നിട്ട് ആരുടെയാണ് കോടിയേരുടെ വീട് ആക്രമിക്കും. ആരെങ്കിലും ബെനീഷിൻ്റെ ഇപ്പോൾ അവർ പറയുന്നത് കോടിയേരുടെയാണ്. അത് ഡൽഹിയിലിപ്പോൾ ഇദ്ദേഹത്തിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായില്ലേ, കട ന്യൂസ് ഉണ്ടായില്ലേ? അതേമാതിരിയാണ് ഇവിടെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല. അവിടെ ഏതായാലും ശരി, ഇതിപ്പോൾ അങ്ങനെ ഒരു സംഭവം ആരെങ്കിലും വിട്ടുതരം കാണിക്കും. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വീട്ടിലാരെങ്കിലും ആക്രമിക്കാൻ വേണ്ടി വിട്ടുതരം കാണിക്കും. ഏതായാലും അങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു മറയാക്കിക്കൊണ്ട് ഒരു ആസൂത്രിതമായി വ്യാപകമായി സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയും വീടുകളും ഒക്കെ ഓഫീസുകളും ആക്രമിക്കുക എന്നുള്ള നിയമം കയ്യിലെടുത്ത് പോലീസ് ഞങ്ങളുടെ കൂടെയുണ്ട്, ആരും ചോദിക്കാനില്ല, മറ്റെല്ലാവരും മിണ്ടാതിരിക്കും എന്നുള്ള സങ്കല്പത്തിലാണ് അവർ ചെയ്യണത്. ഈ പ്രതികളെ ഇപ്പോൾ സംരക്ഷിക്കാൻ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ നടത്തുമെന്ന് ചിന്തിക്കുന്നു? അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്, നേരം അതല്ലേ പറഞ്ഞുകൊണ്ട് വരണത്. ഇവിടെ 4-5 പോലീസുകാരെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസുകാരനാണ് തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവരുടെ കയ്യിലുള്ള വടി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. മറ്റേ മാർക്സിസ്റ്റ് കൗൺസിലറുടെ കയ്യിൽ രാത്രി 1 മണിക്കോ മറ്റേ വടിയും കൊണ്ടാണ് പറഞ്ഞത് BJP ഓഫീസിലേക്ക്. അപ്പോൾ അത് തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും തട്ടി മാറ്റിക്കൊണ്ട് അവർ ഉള്ളിൽ കയറി അടിച്ച് തകർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും മൗനമായിട്ടുള്ള പിന്തുണയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അല്ലാതെ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ ആളുകളുടെ പേര് സഹിതം പറഞ്ഞു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്താണ്? സംസാരിച്ചിരുന്നത് ഞാൻ സംസാരിച്ചിട്ടില്ല പോലീസുകാരായിട്ട്. നമ്മൾ ആൾക്കാർ കണ്ട് സംസാരിക്കും. ഇതിപ്പോൾ രാവിലെ ഞാൻ TVയിൽ കണ്ടിട്ടുള്ള വസ്തുതയാണ്. നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ മറ്റേ ഇവിടെ കാണുന്നതായിട്ടുള്ള ചരിത്രത്തിൻ്റെയും മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സംസ്ഥാന പ്രസിഡന്റ് ഈ ഓഫീസിൽ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് യുവമോർച്ചയുടെ അവിടുത്തെ പ്രസിഡന്റ്, ഏരിയ കമ്മിറ്റി പ്രസിഡന്റിനെ കൊന്നില്ലേ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾ. ഇതൊക്കെ ഈ ഏരിയ തന്നെയാണ്. ഈ ഗുണ്ടായുസത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന ഒരേ ഗ്രൂപ്പ് തന്നെയാണ്. ഈ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ്. അതെ, ഇതൊക്കെ അദ്ദേഹം ഇവിടെ താമസിക്കുന്ന പനിയായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് എടുത്ത് ഇവിടെ തന്നെ ഓഫീസിൽ ചെയ്യുന്നതുകൊണ്ട് കടലാസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതാണ് സ്ഥിതി. കുറേ ദിവസങ്ങളായിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പരിപാടിക്കൊന്നും പോകാതെ കണ്ടിട്ട്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസ് ആക്രമിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്.